കർത്താവെ, പുതിയൊരു നിയമം ഞങ്ങൾക്ക് നൽകുകയും പുതിയൊരു കൽപ്പന നൽകുകയും ചെയ്തുകൊണ്ട് ഈ പുതിയ പ്രഭാതത്തെ നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മാത്രത്തേക്ക് നന്ദി പറയും. സിനഗോഗിൽ വന്ന് പുസ്തകം തുറന്നപ്പോൾ അങ്ങേക്ക് കിട്ടിയ വചനം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുള്ള ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ അവിടെ തന്നെ അയച്ചു. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്ന വിളിയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിക്കുന്നു, ആരാധിക്കുന്നു. മാത്രത്തേക്ക് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ ചൈതന്യം ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് വചനം നൽകുകയും അങ്ങയുടെ കൃപകളാൽ നിറച്ച് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ മാത്രപ്പെടുത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ബന്ധനത്തിൽ കഴിയുന്നവരെ, തിന്മയുടെ ശക്തികൾ കരുതപ്പെട്ടവരെ, പൈശാചിക ശക്തികളാൽ നയിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളെ ഇന്നത്തെ മുമ്പിൽ സുഖം. ഇതുപോലെ വേദന എല്ലാവരെയും, തകർക്കപ്പെട്ട കുടുംബങ്ങളെയും, ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളെയും, മക്കളെ തിന്മയുടെ പാതയിലൂടെ നയിക്കുന്ന എല്ലാവരെയും കർത്താവെ, ഇന്ന് നീ വിശുദ്ധീകരിച്ച നിൻ്റെ സ്വന്തമാക്കി തീർക്കണം. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും, നിൻ്റെ ചൈതന്യവും ഓരോ നിമിഷം അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയോർത്തുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നേ ദിനം ഞങ്ങളെ നയിക്കുകയും അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി നിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേലും ആരാധനയും സ്തുതിയും കുറിച്ചുണ്ടായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പ്രാർത്ഥന പങ്കുചേരുന്നു നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. ജീവന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു,